ഗോലോകനാഥം നദപാരിജാതം ഗോഗോപഗോപീ നയനാബ്ജസൂരം നാനാവിഭൂഷാ പരിഭൂഷിതാംഗം നമാമി കൃഷ്ണം കരുണാപയോധിം. അഭിവന്ദിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ തിരുവോണ സുദിനത്തില് നമുക്ക് ഏവർക്കും ഭക്തോത്തമനായ മഹാബലി മന്നനെയും ആ ഭക്തനെ അനുഗ്രഹിച്ച് വർത്തിക്കുന്ന വാമനമൂർത്തിയെയും തന്നെയാണ് സ്മരിക്കുവാനുള്ളത്. ഭഗവാന്റെ ഭക്തവാത്സല്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഏവർക്കും ഊഹിക്കുവാൻ തന്നെ സാധിക്കുമോ എന്നറിയില്ല. എങ്കിലും മഹാബലി ഭക്തോത്തമനായിരുന്നു. ഭഗവാന്റെ മുമ്പിൽ സർവം പ്രദാസ്യേ എന്നാണ് മഹാബലി പറഞ്ഞത്. എല്ലാം വിഷ്ണു ആണെങ്കിൽ ഞാൻ എല്ലാം കൊടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ ആർക്കാ പറയുവാൻ സാധിക്കുക? തൻ്റെ ഗുരു പറയുകയാണ്, ഇതാ വന്നിരിക്കുന്നത് വിഷ്ണു ആണ്. വിഷ്ണു ആണോ എങ്കിൽ ഞാൻ സർവം പ്രദാസ്യ എന്നാണ് മഹാബലി പറഞ്ഞത്. ആ ഭക്തോത്തമനെയാണ് വാമനമൂർത്തി അനുഗ്രഹിച്ചു വർത്തിക്കുന്നത്. നമുക്ക് ശ്രീമദ് നാരായണീയത്തിലെ ദശകം 30 വാമനാവതാരം അനുസ്മരിക്കാം. ശക്രേണ സംയതിഹതോ ബിബലർമഹാത്മാ ശുക്രേണ ജീവിതതനു ക്രതുവർദ്ധിതോഷ്മാ വിക്രാന്തിമാൻ ഭയനിലീന സുരാം ത്രിലോകീം ചക്രേവ ശേഷ തവ ചക്രമുഖാദഭീതഃ. മഹാബലിയുടെ ദിഗ്വിജയമാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത്. അതായത് പാലാഴി മഥന ശേഷം വളരെ ഭയങ്കരമായൊരു യുദ്ധമുണ്ടായി, ദേവന്മാരും അസുരന്മാരും തമ്മിൽ. ആ യുദ്ധത്തില് ദേവേന്ദ്രനാൽ ബലി വധിക്കപ്പെട്ടു. കാലനേമി പ്രഭൃതികള് വിഷ്ണുവിനാലും വധിക്കപ്പെട്ടു. ബലിയുടെ ശരീരം എടുത്തുകൊണ്ട് അസുരന്മാര് ശുക്രാചാര്യരെ സമീപിച്ചു. ശുക്രാചാര്യര് തൻ്റെ മൃതസഞ്ജീവനി വിദ്യ കൊണ്ട് ബലിയെ ജീവിപ്പിച്ചു. ബലി ആ ശുക്രാചാര്യരുടെ കരസ്പർശം ഏറ്റപ്പോ മനസ്സിലാക്കിയത്രേ, തൻ്റെ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും ഒക്കെ പൂർവാധികം ഒരു ഉന്മേഷം ഉണ്ടായിരിക്കുന്നു, ബലമുണ്ടായിരിക്കുന്നു എന്ന്. അങ്ങനെ തൻ്റെ ഗുരുവിന്റെ മഹത്വത്തിനു മുമ്പിൽ സർവാത്മനാ ശരണം പ്രാപിച്ചു. അങ്ങനെ എല്ലാവരും ചേർന്ന് ഭൃഗുവംശ രാജാവായ ബ്രാഹ്മണര്, ശുക്രാചാര്യരടക്കമുള്ളവര് ബലിയെ അഭിഷേകം ചെയ്ത് വിശ്വജിത്ത് എന്ന സുപ്രസിദ്ധമായ യാഗം കൊണ്ട് യജിപ്പിച്ചു. ഗുരു നൽകിയ ശംഖും പിതാമഹനായ പ്രഹ്ലാദൻ നൽകിയ വാടാമാലയും ധരിച്ച് ബലി സൈന്യത്തോടുകൂടി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ കാലസ്വരൂപനായ ഈശ്വരന്റെ മതം ഇതാണ് എന്നറിഞ്ഞുകൊണ്ട് ബൃഹസ്പതിയാൽ ഉപദേശിക്കപ്പെട്ടവരായിട്ട് ദേവേന്ദ്രൻ മുതലായവര് കാമരൂപികളായി സ്വവാസസ്ഥാനം ഉപേക്ഷിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങി. അതാണ് സംയതി ശക്രേണ ഹതക അഭി. അമൃതമഥനം കഴിഞ്ഞുണ്ടായ യുദ്ധത്തില് ഇന്ദ്രനാൽ കൊല്ലപ്പെട്ടവനായിരുന്നിട്ടും ശുക്രേണ ജീവിതധനുഹു, ശുക്രനാൽ ജീവിപ്പിക്കപ്പെട്ടവനായ മഹാത്മാവായ, അത്രയും യാഗം ചെയ്ത് മഹാത്മാവായ ബലി ആ യാഗം ചെയ്തതുകൊണ്ട് വർദ്ധിച്ചതായ വീര്യത്തോടു കൂടിയവനായിട്ട് തവ ചക്രമുഖാദ അഭീത, ഭഗവാനി കാലസ്വരൂപനായ ഈശ്വരന്റെ മുമ്പിൽ ഭയമില്ലാത്തവനായി നിന്നു. തൻ്റെ ഗുരുവിന്റെ അനുഗ്രഹം തനിക്കുണ്ട്, തന്നെ ജീവിപ്പിച്ചുവല്ലോ. അപ്പോ ആ ഭഗവാന്റെ ചക്രത്തിൽ നിന്നും ഭീതിയില്ല, കാലത്തിൽ നിന്നും ഭീതിയില്ല, അങ്ങനെ വർത്തിച്ചു. അങ്ങനെ ഭയനിലീന സുരാം ത്രിലോകിയും വശേ ചക്രേ, പേടിച്ചൊളിച്ചുപോയ ദേവന്മാരോടുകൂടിയ 3 ലോകത്തെയും അധീനതയിലാക്കി വെച്ചു. പുത്രാർത്തി ദർശനവശാദതിർവിഷണ്ണ തം കാശ്യപം നിജപതിം ശരണം പ്രപന്ന ത്വത്പൂജനം തദുദിതം ഹി പയോവ്രതാഖ്യം സാദ്വാദശാഹമചരത്വയി ഭക്തിപൂർണ.
അതിഥി പുത്രാർത്ഥി ദർശന വശാത് വിഷണ്ണ. ദേവമാതാവായ അതിഥി പുത്രന്മാരുടെ കഷ്ടത കണ്ട് ദുഃഖിക്കുന്നവളായി തീർന്നു. ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന അവസരത്തിലാണ് കശ്യപ പ്രജാപതി ആശ്രമത്തിലേക്ക് വരുന്നത്. എന്തിനാണ് ഈ മുഖം ഇങ്ങനെ ദീനതയെ പ്രാപിച്ചിരിക്കുന്നത് എന്ന് കശ്യപൻ തിരക്കി. അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്യുവാൻ സാധിക്കാതെ വന്നുവോ? അതോ അതിഥികളെ സൽക്കരിക്കുന്നതിൽ എന്തെങ്കിലും വിഘ്നം നേരിട്ടുവോ? അതോ ധർമാർത്ഥ കാമങ്ങളാകുന്ന ത്രിവർഗങ്ങൾക്ക് ന്യൂനത സംഭവിച്ചുവോ? എന്താണ് ഈ അതിഥിയുടെ ദുഃഖകാരണമെന്ന് കശ്യപൻ അന്വേഷിച്ചു. ദേവി മറുപടി പറഞ്ഞു, ഹേ ബ്രഹ്മൻ, അവിടത്തേക്ക് അറിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഇവിടെ ഒന്നിനും ഒരു കുറവുമില്ല. പക്ഷേ ശത്രുക്കൾ പ്രബലന്മാരായിരിക്കുന്നു. അത് കാരണം നമ്മുടെ പുത്രന്മാര് സ്വന്തം വാസസ്ഥാനത്ത് തന്നെ അവിടെ നിന്ന് തന്നെ ഓടിപ്പോയിരിക്കുന്നു. അവരുടെ വീര്യ പരാക്രമങ്ങൾ നശിച്ചു പോയിരിക്കുന്നു. അവർക്കെല്ലാം വീണ്ടെടുക്കുവാനുള്ള അനുഗ്രഹം ഉണ്ടായി വരണം. അപ്പോ കശ്യപ പ്രജാപതി ചിരിച്ചു അത്രേ. ഈ വിഷ്ണുമായയാണ് മോഹവാശത്തിന് കാരണം എന്നാണ് അദ്ദേഹം അരുളി ചെയ്തത്. അപ്പോ ഹേ ഭദ്രേ, വിഷ്ണുമായ എല്ലാ ജീവജാലങ്ങളിലും പ്രവർത്തിച്ച് അതിനെ സ്നേഹപാശം കൊണ്ട് ബന്ധിക്കുന്നു. ദേവിക്ക് ഇപ്പോ തൻ്റെ പുത്രന്മാരോടുള്ള സ്നേഹപാശമാണ്. അതാണ് ഏറ്റവും വലിയ അജ്ഞാനം എന്നാണ് പറയുക. അതായത് ഗാത്ര കളത്രാദികളിൽ തൻ്റേതെന്നുള്ള ഭാവം കൊണ്ട് ദുഃഖിക്കുക, അതാണ് ഏറ്റവും വലിയ അജ്ഞാനം. അപ്പോ ഒരു കാര്യം ചെയ്യൂ, മായാതീതനായ ഭഗവാനെ ശരണം പ്രാപിക്കൂ. ഭഗവാൻ സർവ അഭീഷ്ടങ്ങളും സാധിച്ച് അമ്മയുടെ ദുഃഖത്തെ മാറ്റിത്തരും എന്ന് ആ കശ്യപൻ അരുളി ചെയ്തു. ആ കശ്യപന്റെ അരുളപ്പാട് അനുസരിച്ച്, ഉപദേശം അനുസരിച്ച് അതിഥി ഭഗവാനെ തോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള പയോവ്രതം അനുഷ്ഠിക്കുകയാണ്. ബ്രഹ്മദേവനാൽ ഉപദേശിക്കപ്പെട്ടതാണ്. പക്ഷേ ശ്രീഹരി ഈ വ്രതം കൊണ്ട് സന്തോഷിക്കും എന്ന് കശ്യപൻ ഉപദേശിച്ചതനുസരിച്ച് 12 ദിവസം നീണ്ടു നിൽക്കുന്ന ആ വ്രതത്തെ അനുഷ്ഠിച്ചു. പയോവ്രതം, ഭഗവാന് പാൽപായസ നിവേദ്യം, പാല് മുതലായതുകൊണ്ട് അഭിഷേകം, ഇതൊക്കെ ചെയ്ത് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും തൻ്റെ വാക്കിനെയും കർമ്മത്തെയും അടക്കി ബാഹ്യവും ആഭ്യന്തരവുമായ ശുചിത്വത്തോടുകൂടി വ്രതമനുഷ്ഠിച്ചു. ആ അതിഥി ദേവിയുടെ മുമ്പില് ഭഗവാൻ അതാ പ്രത്യക്ഷനാവുകയാണ്. തസ്യാവധൂ ത്വയി നിലീനമതേരമുഷ്യാം ശ്യാമശ്ചതുർഭുജവപുസ്വയമാവിരാസി നമ്രാം ച താമിഹ ഭവത്തനയോ ഭവേയം ഗോപ്യം മദീക്ഷണമിതി പ്രലപന്നയാസി. പയോവ്രതം വേണ്ട രീതിയിൽ അനുഷ്ഠിച്ച് ഭക്തിയുക്തയായി നിലീനമതിയായി ഭഗവാനിൽ നിശേഷം ലയിച്ച ബുദ്ധിയോടുകൂടിയവളായി ഇരിക്കുന്ന അതിഥി ദേവിയുടെ മുമ്പില് പയോവ്രതത്തിന്റെ അവസാനത്തില് ഭഗവാൻ അതാ ശ്യാമള വർണ്ണനായിട്ട് പീതാംബരധാരിയായിട്ട് ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ച 4 തൃക്കരങ്ങളോടുകൂടി ആവിർഭവിച്ചു. ഇതാ ഭഗവാൻ പറഞ്ഞത്, അഹം ഭവത്തനേഹ ഭവേയം, ഞാൻ അമ്മയുടെ പുത്രനായി ഭവിച്ചു കൊള്ളാം. മദീക്ഷണം ഗോപ്യം, എന്നെ ദർശിച്ച കാര്യം ഗോപ്യമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അവിടെ നിന്ന് മറയുകയും ചെയ്തു. ഭഗവത് അനുഗ്രഹം കൊണ്ട് ആരും അഹങ്കരിക്കരുത് എന്ന് ഭഗവാന് നിശ്ചയമുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ഇത് ഗോപ്യമായിരിക്കട്ടെ എന്ന് അരുളി ചെയ്തിരിക്കുന്നത്. ത്വം കാശ്യപേ തപസി സന്നിദധത്തദാനീം പ്രാപ്തോസി ഗർഭമതിതേ പ്രണുതോ വിധാത്ര പ്രാസൂതജ പ്രകട വൈഷ്ണവ ദിവ്യരൂപം സാദ്വാദശീ ശ്രവണ പുണ്യദിനേ ഭവന്തം. ആ അവസരത്തില് കശ്യപ പ്രജാപതി തൻ്റെ തപശക്തി കൊണ്ട് ഈ നടന്ന സംഭവങ്ങളെല്ലാം അറിഞ്ഞു. വളരെ കാലത്തെ അദ്ദേഹത്തിന്റെ തപസ്സിന്റെ പ്രഭാവം കൊണ്ട് തന്നിൽ തന്നെ സംഭരിച്ചിരിക്കുന്ന വൈഷ്ണവ വീര്യം അത് അതിഥിയിൽ ആധാനം ചെയ്തു. ദേവരക്ഷകനായിരിക്കുന്ന സാക്ഷാത് മഹാവിഷ്ണു അതിഥി ദേവിയിൽ അവതരിക്കുവാൻ പോകുന്നു എന്ന ആ മഹാ കാര്യത്തെ
അവതാര ദൗത്യത്തെ അറിഞ്ഞിട്ട് വിധാത്രാ പ്രണുത, ബ്രഹ്മദേവൻ ഭഗവാനെ നന്നായിട്ട് പ്രകീർത്തിച്ചു. സാ, ആ അതിഥി ദേവി പ്രകട വൈഷ്ണവ ദിവ്യരൂപം ഭവന്തം, പ്രകടമായ വൈഷ്ണവ രൂപങ്ങളോടുകൂടിയ അങ്ങയെ, 4 തൃക്കരങ്ങളോടുകൂടെ ശ്യാമളവർണ്ണനായിട്ട് ചിങ്ങമാസത്തില് ശുക്ലദ്വാദശിയില് തിരുവോണം നക്ഷത്രത്തില് അഭിജിത് മുഹൂർത്തത്തില് ഭഗവാൻ അവിടെ അവതരിച്ചു. ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ച് കിരീട, മകുട, മകരമണികുണ്ഡല, ശ്രീവത്സ, കൗസ്തുഭ, വനമാല, തിലക, ഹാര, കേയൂര, അങ്കദ, കങ്കണ, അങ്കുലിയ, പീതാംബര, കാഞ്ചി, നൂപുരാദികൾ ഭഗവാന്റെ വൈഷ്ണവ ചിഹ്നങ്ങൾ ഇവയൊക്കെ ധരിച്ചുകൊണ്ട് ഭഗവാൻ അവിടെ ആവിർഭവിച്ചു എന്നാണ് വർണ്ണിച്ചത്. പുണ്യാശ്രമം തമഭിവർഷതി പുഷ്പവർഷൈർ ഹർഷാകുലേ സുരകുലേ കൃതദൂര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ ജയേതി നുത പിതൃഭ്യാം ത്വം തൽക്ഷണേ പടുതമം വടുരൂപമാധാഃ. ദേവന്മാര് സന്തോഷപരവശരായിട്ട് പെരുമ്പറയൊക്കെ അടിച്ച് മുഴക്കി പുണ്യ ആ പ്രദേശത്തെ പുഷ്പവൃഷ്ടി കൊണ്ട് അങ്ങനെ അലങ്കരിക്കുകയാണ്. ഭഗവാന്റെ ആ അചിന്ത്യമായ പ്രഭാവം എത്രയായെന്ന് വർണ്ണിക്കുവാൻ സാധ്യമല്ല. അത് കണ്ടിട്ട് ആശ്ചര്യഭരിതയായി നിൽക്കുന്ന ആ അതിഥി ദേവി, അതേപോലെ സന്തുഷ്ടനായിട്ട് വിനയാന്വിതനായി നിൽക്കുന്ന കശ്യപ പ്രജാപതി, രണ്ടാളും ചേർന്ന് ഭഗവാനെ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ നന്നായിട്ട് ജയ ജയാരവം മുഴക്കി സ്തുതിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ മാതാപിതാക്കൾ നോക്കി നിൽക്കെ തൻ്റെ ആ മഹിമയെ ഭഗവാൻ അവിടെ വെളിപ്പെടുത്തിയത്രേ. ഹ്രസ്വ ശരീരമുള്ള ഒരു വടുവായിട്ട്, ബ്രാഹ്മണ ശിശുവായിട്ട് അല്ലെങ്കിൽ ബ്രാഹ്മണ കുട്ടിയായിട്ട്, വടു രൂപത്തിൽ ഉയരം കുറഞ്ഞവൻ, പൊക്കം കുറഞ്ഞവനായിട്ട് ഭഗവാൻ അവിടെ മാറി. താവത് പ്രജാപതി മുഖൈരുപനീയമൗഞ്ചേ ദണ്ഡാജിനാക്ഷവലയാദിഭിരർച്യമാനഃ ദേദീപ്യമാനവപുരീശകൃതാഗ്നികാര്യഃ ത്വം പ്രാസ്ത്യഥാ ബലിഗൃഹം പ്രകൃതാശ്വമേധം. ഹേ സർവേശ്വര, അപ്പോൾ വാമനരൂപം ധരിച്ചു വന്നിരിക്കുന്ന ബ്രാഹ്മണ കുമാരനെ കണ്ടിട്ട് സന്തുഷ്ടരായ മഹർഷിമാര് കശ്യപ പ്രജാപതിയെ കൊണ്ട് ഭഗവാന് വേണ്ടുന്നതായിരിക്കുന്ന സംസ്കാര കർമ്മങ്ങളൊക്കെ ചെയ്യിച്ചു. ഭഗവാന് ഒരു കർമ്മത്തിന്റെ ആവശ്യമില്ല, പക്ഷെ എങ്കിലും മനുഷ്യ രൂപത്തിൽ വരുമ്പോൾ ഭഗവാനോട് തന്നെ അടുപ്പിക്കുവാനുള്ള ഉപനയനാദി സംസ്കാരങ്ങൾ ചെയ്യാറുണ്ട് എന്നാണല്ലോ. ആ ഉപനയനാദികൾ ചെയ്യുമ്പോൾ പ്രധാന സംസ്കാരമായിരിക്കുന്ന ഉപനയനം ചെയ്യുമ്പോൾ സൂര്യഭഗവാൻ തന്നെ വന്ന ഗായത്രി ഉപദേശിച്ചു കൊടുത്തു അത്രേ. ബൃഹസ്പതി പൂണുനൂല് ധരിപ്പിച്ചു, കശ്യപൻ അരയില് മുഞ്ഞക്കയറ് കെട്ടിക്കൊടുത്തു, ഭൂമിദേവി കൃഷ്ണ മൃഗത്തോലും ചന്ദ്രൻ ദണ്ടും അതിഥി കൗപീനാച്ഛാദനവും അതേപോലെ അന്തരീക്ഷാഭിമാനി ദേവത ഛത്രവും ബ്രഹ്മദേവൻ കമണ്ഡലവും സപ്തർഷികൾ ദർഭയും സരസ്വതീ ദേവി രുദ്രാക്ഷമാലയും നൽകി അനുഗ്രഹിച്ചു. ഉപനയനം പൂർത്തിയായ ഉടനെ കുബേരൻ ഭിക്ഷാപാത്രവും ശ്രീ പാർവതീ ദേവി ആദ്യ ഭിക്ഷാന്നവും നൽകി. സമിതാധാനം എന്ന അഗ്നികാര്യം കഴിഞ്ഞ് ബ്രഹ്മവർച്ചസ്സുകൊണ്ട് ശോഭിക്കുന്ന ശരീരത്തോടുകൂടി വാമനമൂർത്തി ഭിക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബലിചക്രവർത്തി അശ്വമേധയാഗം നടത്തുന്ന ഭൃഗുകച്ഛത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ഗാത്രേണ ഭാവിമഹിമോചിത ഗൗരവം പ്രാഗ് വ്യാവൃണ്വദേവധരണീം ഛലയന്നയാസീഃ ഛത്രം പരോഷ്മതിരണാർത്ഥമിവാദധാനോ ദണ്ഡം ച ദാനവജനേ ശിവസന്നിധാതും. എങ്ങനെയായിരുന്നു ആ ഭഗവാൻ എവിടേക്ക് നടന്നു ചെന്നതെന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത്. നർമ്മദാ നദിയുടെ വടക്കേക്കരയിലുള്ള ഭൃഗുകച്ഛത്തിലേക്കാണ് പുറപ്പെട്ടു പോകുന്നത്. ഭാവിയിൽ ഭവിക്കാൻ പോകുന്ന മഹത്വത്തിന് ഉചിതമായ രീതിയിലുള്ള ഗൗരവം അത് മുമ്പേ തന്നെ പ്രകാശിപ്പിക്കുകയാണോ എന്ന് തോന്നുമാറ് തൻ്റെ ശരീരം കൊണ്ട് ഭൂമിയെ കുലുക്കിക്കൊണ്ടും
ഗാത്രേണ ധരണീം ചലയൻ, ആ ഭൂമി കുലുങ്ങുമാറ് നടന്നുകൊണ്ട്, അതേപോലെ തന്നെ ശത്രുക്കളുടെ ശക്തി കൊണ്ടുള്ള താപത്തെ മറയ്ക്കുവാനോ എന്ന് തോന്നുമാറ് കുടയങ്ങനെ പിടിച്ചുകൊണ്ട്, അസുരന്മാരിൽ പ്രയോഗിക്കുവാനോ എന്ന് തോന്നുമാറ് പലാശദണ്ഡ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഭഗവാൻ അവിടേക്ക് നടകൊണ്ടു. ആ വടുരൂപത്തിലാണെങ്കിലും ഭഗവാന്റെ മഹത്വത്തിന് അല്പം പോലും കോട്ട ഉണ്ടായിരുന്നില്ല. പ്രകാശസ്വരൂപനായിട്ട് ഭഗവാൻ ആ ബലിയുടെ ആ യാഗശാലയിലേക്ക് നടക്കുകയാണ്. താം നർമ്മദോത്തരതടേഹയ മേധശാലാം ആസേതുഷിത്വയിരുചാതവരുദ്ധ നേത്രൈഃ ഭാസ്വാൻ കിമേഷദഹനോനു സനൽ കുമാരോ യോഗീനു കോയമിതി ശുക്രമുഖൈ ശശങ്കേ. അങ്ങനെ ചെല്ലുമ്പോ ഭൃഗുഗച്ഛം എന്ന ക്ഷേത്രത്തില് അവിടെ അശ്വമേധയാഗം നടത്തുന്ന ശുക്രാചാര്യർ മുതലായ ഋത്വിക്കുകൾക്ക് ഒരു സംശയം ഉണ്ടായി അത്രേ. അവരെല്ലാം വാമനമൂർത്തിയുടെ തേജസ്സിനാൽ ഹനിക്കപ്പെട്ട കാന്തിയോടുകൂടിയവരായി. തവ രുചാ രുദ്ധനേത്രൈഹി, ഭഗവാന്റെ തേജസ് കണ്ടിട്ട് കണ്ണഞ്ചിപ്പോയി. അവർക്ക് കണ്ണു തുറന്ന് കാണുവാൻ സാധിക്കുന്നില്ല. ഏഷഹ ഭാസ്വാൻ കിം, ഇത് സൂര്യനാണോ? ഇതാരാണ്? ദഹനഹനു, ഇത് അഗ്നിദേവനായിരിക്കും. യോഗി സനൽകുമാരഹനു, ഇത് സനൽകുമാരനോ? ആരായിരിക്കാം ഈ വരുന്നയാള് എന്ന് സംശയിച്ചു പോൽ. ആനീതമാശു ഭൃഗുഭിർമഹസാഭിഭൂതൈഃ ത്വാം രമ്യരൂപമസുരപുളകാവൃതംഗഃ ഭക്ത്യാ സമേത്യ സുകൃതീ പരിണിജ്യ പാദോ തത്തോയമന്വധൃതമൂർധനി തീർത്ഥതീർത്ഥം. അങ്ങനെ മഹസാ അഭിഭൂതൈഹി, ഉജ്ജ്വല തേജസ്സിന് അടിമകളായി പോയ ഭൃഗുക്കൾ ക്ഷണത്തില് ആശുവാനീതം, ക്ഷണത്തില് എതിരേറ്റ് വന്ന് ആ ഭഗവാനെ ആനയിച്ചു കൊണ്ടുപോയി. രമ്യരൂപനായ ഭഗവാനെ, വളരെ സുന്ദരനായിരിക്കുന്ന ഭഗവാനെ ആനയിച്ചു കൊണ്ടുപോയി. സുകൃതീ അസുരഹ, പുണ്യശാലന ആയിരിക്കുന്ന ആ അസുരൻ മഹാബലി പുളകാവൃതാംഗ, രോമാഞ്ച കഞ്ചുകമണിഞ്ഞുകൊണ്ട് ഭക്തിയാസമേത്യ, ഭക്തിയോടെ അടുത്തു വന്നിട്ട് പാദവും പരിണിജ്യ, ഭഗവാന്റെ പാദങ്ങളെ പ്രക്ഷാളനം ചെയ്ത് തീർത്ഥ തീർത്ഥം തത്തോയം മൂർധിനി അന്വധൃത, തീർത്ഥങ്ങളെയും പവിത്രീകരിക്കുന്ന ആ പാദതീർത്ഥത്തെ തന്റെ ശിരസിൽ ധരിച്ചു. എങ്ങനെയാണ് ആ അത്യുത്തമ തീർത്ഥത്തെ ധരിക്കുവാൻ ബലിക്ക് ഭാഗ്യമുണ്ടായത് എന്നിവിടെ സംശയിക്കുക. ഒരു അസുരനായിരുന്നിട്ടും സുകൃതി ആയതുകൊണ്ട് മാത്രമാണല്ലോ ഭഗവാന്റെ പാദതീർത്ഥത്തെ ആ ശിരസിൽ ധരിക്കുവാനുള്ള ഭാഗ്യമുണ്ടായത്. പ്രഹ്ലാദ വംശജതയാ ക്രതുഭിർദ്വിജേഷു വിശ്വാസതോനുതദിതം ദിതിചോഭിലേഭേ യത്തേ പദാംബുഗിരിശസ്യ ശിരോഭിലാള്യം സത്വം വിഭോ ഗുരുപുരാലയ പാലയേഥാഹ. യാതൊരു പാദതീർത്ഥം ഗിരിശസ്യ ശിരോഭിലാള്യം, ശ്രീപരമേശ്വരൻ തന്റെ ശിരസിലേറ്റിലാളിക്കുന്നുവോ, തത് ഇതം, ഈ പാദോദകത്തെ ദിതിജഹ അഭി അയം, ഈ അസുരനായിരുന്നിട്ടും ബലിക്ക് എങ്ങനെ നേടുവാൻ സാധിച്ചു? പ്രഹ്ലാദ വംശജതയാ, പ്രഹ്ലാദന്റെ വംശത്തിൽ പിറന്നത് കൊണ്ടാണോ? ക്രതുഭിഹി ദ്വിജേഷു വിശ്വാസതഹാനു, ക്രതുഭിഹി അതായത് ധാരാളം യാഗങ്ങൾ ചെയ്തത് കൊണ്ടാണോ? അതോ ഇനി ദ്വിജേഷു ബ്രാഹ്മണരിൽ തികഞ്ഞ വിശ്വാസമുണ്ടായത് കൊണ്ടാണോ? വിഭോ ഗുരുപുരാലയ സഹാത്വം മാം പാലയേഥ. അങ്ങനെ വിഭുവായവനെ, സർവശക്തനായ ഭഗവാനെ, ഭഗവാൻ എന്താണ് അസാധ്യമായിട്ടുള്ളത്? അങ്ങനെയുള്ള അങ്ങ് എന്നെയും അനുഗ്രഹിക്കണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഭക്തോത്തമനാണെങ്കിലും അഹം സർവം പ്രദാസ്യേ എന്നൊരു വാക്കാണ് മഹാബലി കൊടുത്തത്. എന്താണ് വേണ്ടത്, എന്തും ചോദിച്ചു കൊള്ളൂ എന്നൊരു വാക്കും പറഞ്ഞിരുന്നു. എന്തും കൊടുക്കുവാൻ കഴിയുന്നത് ഭഗവാന് മാത്രമാണ്, മറ്റാർക്കും സാധ്യമല്ല. കാരണം ഇവിടെ ഉള്ളതെല്ലാം ഈശാവാസ്യം ഇതം സർവം, ഇതെല്ലാം ഭഗവാനാൽ വസിക്കുന്നതാണ്, ഭഗവാന്റേത് മാത്രമാണ്. അപ്പോൾ ഭഗവാന്റേത് മാത്രമായ ഒന്ന് മറ്റൊരാൾക്ക് എന്തും തരാം എന്ന് പറയുവാൻ അധികാരമില്ല. എന്തും തരാൻ
കൊടുക്കുവാൻ കഴിവുള്ളത് ഭഗവാന് മാത്രമാണ് എന്ന് അദ്ദേഹം മറന്നുപോയി. താൻ ത്രിലോകാധിപതിയാണ് എന്നേ ചിന്തിച്ചുള്ളൂ. എന്നെ മാത്രമല്ല, നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ, നമുക്ക് എപ്പോ അഹങ്കാരം ഉണ്ടാകുന്നു ഭഗവാനിൽ നിന്ന് അകന്നു പോകും. അഹങ്കാരം നാം സമർപ്പിക്കുന്നത് ഭഗവാന്റെ മുമ്പിലാണ്, ശിരസ് കുനിച്ചിട്ട്. ഇതം നമമ, ഇവിടെ എന്റേതായി ഒന്നും തന്നെയില്ല, ഒക്കെ ഭഗവാൻ അനുഗ്രഹിച്ചു തന്നത് എന്ന ഭാവനയോടെ വർത്തിക്കുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. ആ ഒരു ഭാവമാണ് മഹാബലി ത്യജിക്കുന്നത്. ദാ എൻ്റെ എന്നുള്ള പറഞ്ഞുപോയ ഭാവത്തെ ശിരസ് കുനിച്ച് ത്യജിക്കുമ്പോൾ വാമനമൂർത്തി ഭഗവാൻ അനുഗ്രഹിച്ച് സുതലം സ്വർഗിഭി പ്രാർത്ഥ്യം, സ്വർഗത്തിലുള്ളവർക്ക് പോലും അസൂയ തോന്നുന്നതായ സ്ഥലമാണത്രേ സുതലം എന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലത്തില് ആ മഹാബലിയെ ആനയിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. എട്ടാമത്തേതായ സാവർണ്യ മന്വന്തരത്തിൽ ഇന്ദ്രനായി വരുന്നത് മഹാബലിയായിരിക്കും. ഒടുവിൽ ഭഗവത് സായുജ്യം പ്രാപിക്കും എന്നും ഒരു അനുഗ്രഹമാണ് മഹാബലിക്ക് കൊടുക്കുന്നത്. അവിടെ മഹാബലിക്ക് വാമനമൂർത്തി കാവൽ നിൽക്കുകയാണ് എന്ന് തന്നെയാണ് ഐതിഹ്യം. എന്താണ് അതിന്റെ തത്വം? അതായത് ഭക്തൻ എവിടെയുണ്ടോ അവിടെ ഭഗവാനുമുണ്ട്. ഭക്തന് കാവലായിട്ട് എപ്പോഴും, ഉത്തമനായ ഭക്തന്, സർവസമർപ്പണം ചെയ്യുന്ന, ആത്മസമർപ്പണം ചെയ്യുന്ന ഭക്തന് കാവലായിട്ട് എപ്പോഴും ഭഗവാൻ ഉണ്ടായിരിക്കും എന്ന് തന്നെയല്ലേ മഹാബലിയെ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഹേ ഗുരുവായൂരപ്പ, അവിടുന്ന് ഈ എളിയ വാക്കുകളിൽ സന്തുഷ്ടനായി വരണേ എന്ന് പ്രാർത്ഥിച്ച് ഈ എളിയ വാക്കുകളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചു കൊള്ളുന്നു. നമസ്കാരം.